ഹലോ. അപ്പോൾ ദേ നമ്മൾ കുറച്ച് മുന്തിരി എടുത്ത് നമ്മൾ വൈൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വൈനാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ വൈൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളത് എങ്ങനെ ഇട്ടേന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏകദേശം നല്ല കളറും അതുപോലെ തന്നെ ഒരു 20 ദിവസമൊക്കെ കഴിഞ്ഞു. നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ, നമ്മുടെ വൈൻ എന്തായി എന്നുള്ളത്. നമ്മളൊരു പൊളിത്തീൻ കവറൊക്കെ വെച്ച് മൂടിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് പൊടിയൊന്നും ആവാതെ ഇരിക്കാൻ. ദേ ഇപ്പം നമ്മുടെ മുന്തിരിയിലുള്ള എല്ലാ സത്തും അതിലേക്ക് പോയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കളർ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും കുടിക്കാനായിട്ട്. അപ്പോൾ അതേ നല്ല കളറും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വൈൻ. അപ്പോൾ നമ്മളിതിൽ പ്രത്യേകിച്ചൊന്നും ചേർത്തൊന്നും കൊടുത്തില്ല. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ സത്ത് മാത്രമായിട്ട് കൊറ്റനൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് അരിച്ച് എടുത്തിട്ടൊരു കുപ്പിയിൽ ഒഴിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മൾ അരിപ്പൊക്കെ ഉപയോഗിച്ചിട്ട് അരിപ്പൊക്കെ ഒന്ന് കഴുകി ഉണക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് കേടൊന്നും വരില്ല. അങ്ങനെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് അമർത്തിയൊക്കെ കൊടുക്കുക. ഇതിൽ കുറച്ചും കൂടെ സത്തൊക്കെ ഉണ്ടാവും, കുറച്ചൊക്കെ ആ മുന്തിരിയുടെ തൊലിമലൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് അമർത്തി നമുക്ക് പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം അതൊന്ന് ഊറിയതിന് ശേഷം നമുക്ക് വേറെ കുപ്പിയിലേക്കും കൂടെ ആക്കി വെച്ച് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ കുടിക്കാം. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു.